Problems on congruences. Continuing. We have a problem. Find the positive integers n for which the sum 1 factorial plus 2 factorial plus etc. plus n factorial is a square. That is, is sum 1 factorial plus 2 factorial plus etc. plus n factorial ഒരു സ്ക്വയർ ആവുന്ന n കണ്ടുപിടിക്കണം. അതായത് ഏത് n എടുക്കുമ്പോഴാണ് ഈ സമ്മ് ഒരു സ്ക്വയർ ആവുന്നത് എന്നാണ്. ആ എന്നുകളാണ് എന്നിൻ്റെ വാല്യൂസാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഈ സമ്മിന് ഒരു നൊട്ടേഷൻ കൊടുത്തു. s ഈക്വൽ ടു 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര പ്ലസ് n ഫാക്ടോറിയൽ. ഇനി ഏതൊരു ഇൻറ്റിജറിനെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, ഏതൊരു ഇൻറ്റിജർ ക്യാപിറ്റൽ n എന്നെടുത്താൽ അതിനെ 10 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ ആ കിട്ടുന്നത് റിമൈൻഡർ, ലാസ്റ്റ് നമുക്കൊരു റിമൈൻഡർ കിട്ടും. അത് ഈ നമ്പറിൻ്റെ എന്നിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് നമ്പറായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ 631 അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ വി ഗെറ്റ് ഫസ്റ്റ് 60, ദെൻ 31, ദെൻ 3, വി ഗെറ്റ് റിമൈൻഡർ 1. ഈ 1 എന്ന് പറയുന്നത് 631ൻ്റെ വൺസ് പ്ലേസിൽ, അതായത് ഒറ്റയുടെ സ്ഥാനത്ത് നമ്പറായിരിക്കും. അപ്പോൾ ഏതൊരു ഇൻറ്റിജർ എന്നിനെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ ആയിട്ട് കിട്ടുന്നത് ആ ഇൻറ്റിജർ എന്നിൻ്റെ വൺസ് ഡിജിറ്റ് ആയിരിക്കും. വൺസ് ഡിജിറ്റ് ഒറ്റയുടെ സ്ഥാനത്ത് ആക്കും. ദസ് നമുക്ക് എങ്ങനെ എഴുതാം? വൺസ് ഡിജിറ്റ് ഇൻ എൻ, ഇൻ ദി ഇൻറ്റിജർ എൻ ഈസ് കോൺഗ്രുവൻറ്റ് ടു. അപ്പോൾ ഇവിടെ നമുക്ക് 631നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വി ഗെറ്റ്, ഇതിനെ നമുക്കിങ്ങനെ എഴുതാം, 631 ഈസ് കോൺഗ്രുവൻറ്റ് ടു, വൺസ് ഡിജിറ്റൽ പ്ലേസിലുള്ള നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. സോ വൺസ് ഡിജിറ്റ് ഇൻ 631, ഒറ്റയുടെ സ്ഥാനത്തെ 631ൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു. ഇങ്ങനെ എഴുതാം, 631 മോഡുലോ 10 എന്നെഴുതാം. അതായത് നമ്മളെടുക്കുന്ന നമ്പറും എന്നും ആ വൺസ് ഡിജിറ്റിൻ്റെ സ്ഥാനത്തുള്ള ആ നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് 10ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും, അല്ലേ? അപ്പോൾ 631 എന്ന നമ്പറും അതിൻ്റെ വൺസ് ഡിജിറ്റ് 1 ആണ്, അത് 630 ആണ് കേട്ടോ. ആ ഡിഫറൻസ് അത് 10ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ദാറ്റ് ഈസ് ഇൻ ജനറൽ നമുക്ക് എഴുതാൻ പറ്റും വൺസ് ഡിജിറ്റ് ഇൻ n ഈസ് കോൺഗ്രുവൻറ്റ് ടു, അതേ നമ്പറിനോട് കോൺഗ്രുവൻ്റ് ആയിരിക്കും മോഡുലോ 10. ഇനി നൗ വി കൺസിഡർ k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5. k എന്ന് പറയുന്നത് 5, 6, 7 എക്സെട്ര അങ്ങനെയുള്ള ഏതൊരു നമ്പറാണ്. ദെൻ k ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5 ഫാക്ടോറിയൽ, അതായത് k ഫാക്ടോറിയൽ മീൻസ് k വരെയുള്ള പ്രോഡക്റ്റ്, അതായത് k എന്ന് പറയുന്നത് മിനിമം വാല്യൂ 5 ആണ്. അപ്പോൾ 5 ഫാക്ടോറിയൽ അതുവരെയുള്ള എൻ്റെ നമ്പർ ഫസ്റ്റ് 1 × 2 × 3 × എക്സെട്ര k. ഇത് k എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 5 ആണ്. സോ 5 വരെയുള്ള തന്നെ 5 ഫാക്ടോറിയൽ എന്ന് എഴുതി. ദെൻ 6 × 7 × എക്സെട്ര k എന്നെഴുതാം. ഇതിൽ ഈ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 120 ആണ്. 120 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 10 ആണ്, അതായത് 12 × 10. അപ്പോൾ ഈ 12 × 10, ഈ 10 ബാക്കിയുള്ള ഇനി ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ആ 10 അവിടെ വരും. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 10 എന്നെഴുതാം. ഈ 5 ഫാക്ടോറിയൽ × 6 × 7 × എക്സെട്ര k × k എന്ന് പറയുന്നത് for k greater than or equal to 5, it is a multiple of 10. That is, when k greater than or equal to 5, k factorial multiple of 10 എന്ന് പറഞ്ഞാൽ it is congruent to 0 modulo 10 ആണ്. So for n greater than or equal to 5, we have the ones digit in s, നമ്മളെടുത്ത സം is congruent to, നമുക്കറിയാം അതേ നമ്പറിനോട് s മോഡുലോ 10 എന്ന് എഴുതാം. ദാറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു, s എന്ന് പറഞ്ഞാൽ 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര പ്ലസ് n ഫാക്ടോറിയൽ മോഡുലോ 10. നൗ ഇറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 factorial plus 2 factorial plus 3 factorial plus 4 factorial plus
ബാക്കി 5 ഫാക്ടോറിയൽ മുതൽ അങ്ങോട്ടുള്ളതൊക്കെ എന്താണ്, മൾട്ടിപ്പിൾ ഓഫ് 10 ആണ്, അതായത് 0 മോഡുലോ 10 ആണ്. അപ്പോൾ നമുക്കതിന് പകരം 0 എന്ന് കൊടുക്കാം. മോഡുലോ 10ൽ 10 മോഡുലോ എടുക്കുമ്പോഴാണ് അത് 0 എന്ന്. സോ ദിസ് ഈസ് കോൺഗ്രുവൻറ്റ് ടു ഇത്രയും നമ്പറിൻ്റെ സമ്മ്. 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് 3 ഫാക്ടോറിയൽ പ്ലസ് 4 ഫാക്ടോറിയൽ. അത് നമുക്കറിയാം 1 പ്ലസ് 2 പ്ലസ് 6 പ്ലസ് 24 മോഡുലോ 10. ദാറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു. ആഡ് ചെയ്താൽ നമുക്ക് 33 എന്ന് കിട്ടും. 33 മോഡുലോ 10. ഇനി 33 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് 3 മോഡുലോ 10 ആണ്. സോ വൺസ് ഡിജിറ്റ് in S is congruent to 3 modulo 10. ഇത് n greater than or equal to 5 ആകുമ്പോഴാണ്. അതായത് 5 മുതൽ അങ്ങോട്ടുള്ള ഫാക്ടോറിയൽസിൻ്റെ സമ്മ്, അതിൻ്റെ വൺസ് ഡിജിറ്റ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. വൺസ് ഡിജിറ്റ് ഇൻ S is 3. ദാറ്റ് ഈസ് വൺസ് ഡിജിറ്റ് ഇൻ S for n greater than or equal to 5 ആണ് കേട്ടോ. S എന്ന് പറഞ്ഞാൽ 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര പ്ലസ് n ഫാക്ടോറിയൽ ആണ്. ഇതിൽ n 5ഓ അതിന് മുകളിലോ ആയാൽ അതിൻ്റെ വൺസ് ഡിജിറ്റ്, ആ സമ്മിൻ്റെ വൺസ് ഡിജിറ്റ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. അപ്പോൾ n greater than or equal to 5ൻ്റെ വൺസ് ഡിജിറ്റ് നമ്മൾ കണ്ടു 3 ആണ്. ഇനി നമുക്ക് സ്ക്വയർ ആകുന്ന, ആ സമ്മ് സ്ക്വയർ ആകുന്ന എന്നുകളാണ് വേണ്ടത്. അപ്പോൾ ഒരു സ്ക്വയറിൻ്റെ വൺസ് ഡിജിറ്റ് എന്തായിരിക്കും എന്ന് ഇനി നമുക്ക് ചെക്ക് ചെയ്യാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു വൺസ് ഡിജിറ്റ് കാണാൻ മോളിലോ 10 ആണ് എടുക്കേണ്ടത്. 0 ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 മോളിലോ 10 ആണ്. 1 സ്ക്വയർ 1 ആണ്. 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോളിലോ 10 ആണ്. ദെൻ 2 സ്ക്വയർ ദാറ്റ് ഈസ് 4 ആണ്. 4 ഈസ് കോൺഗ്രുവൻറ്റ് ടു 4 മോഡുലോ 10 ആണ്. 3 സ്ക്വയർ ദറ്റ് ഈസ് 9, ദറ്റ് ഈസ് 9 ഈസ് കോൺഗ്രുവൻറ്റ് ടു 9 മോഡുലോ 10 തന്നെയാണ്. ദെൻ 4 സ്ക്വയർ 16 ആണ്. 16 ഈസ് കോൺഗ്രുവൻറ്റ് ടു 6 മോഡുലോ 10 ആണ്. 5 സ്ക്വയർ ദറ്റ് ഈസ് 25 വിച്ച് ഈസ് കോൺഗ്രുവൻറ്റ് ടു 5 മോഡുലോ 10. Then 6 square that is 36 is congruent to again 6 modulo 10. 7 square that is 49 that is congruent to 9 modulo 10. 8 square that is 64 it is congruent to 4 modulo 10. Then 9 square that is 81 is congruent to 1 modulo 10. ദെൻ 10 സ്ക്വയർ കാണുമ്പോൾ വീണ്ടും നമുക്ക് 100, അത് നമ്മൾ 0ൻ്റെ ആദ്യം എഴുതിയിട്ടുണ്ട് 0. അപ്പോൾ 0 മുതൽ 9 വരെയുള്ള എല്ലാ ഡിജിറ്റിൻ്റെയും സ്ക്വയർ, അതായത് ഏതൊരു ഡിജിറ്റ് എടുത്താലും എത്ര ഡിജിറ്റുള്ള ഒരു നമ്പർ എടുത്താലും അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് വരും. അപ്പോൾ അതിൻ്റെയൊക്കെ സ്ക്വയർ ചെയ്യുമ്പോൾ ആ മോഡുലസ് ആണ് നമ്മളിപ്പോൾ എഴുതിയത്. ആ സ്ക്വയേഴ്സ് മോളിലോ എഴുതുമ്പോൾ നമുക്ക് കിട്ടിയ നമ്പേഴ്സ് എന്ന് പറയുന്നത് 0 കിട്ടിയിട്ടുണ്ട്. 0, 1, 4, 5, 6, 9 ഇത്രയും നമ്പേഴ്സാണ് കിട്ടിയത്. അപ്പോൾ ഈ നമ്പേഴ്സിൻ്റെ എല്ലാം സ്ക്വയർ കണ്ടാൽ അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന നമ്പേഴ്സ് 0, 1, 4, 5, 6, 9 ആണ്. ഇതിൽ 3 വരുന്നില്ല. നമുക്കിവിടെ കിട്ടിയത് n greater than or equal to 5 ആകുമ്പോൾ വൺസ് ഡിജിറ്റ് 3 ആണെന്നാണ്. അതിൻ്റെ മീനിങ് എന്താണ്? n greater than or equal to 5 ആകുമ്പോൾ വൺസ് ഡിജിറ്റ് 3 വരുന്നു. ഒരു നമ്പറിൻ്റെ സ്ക്വയർ എടുത്താൽ അതിൻ്റെ വൺസ് ഡിജിറ്റ് 0, 1, 4, 5, 6 or 9 ആണ്. അതിൽ 3 വരുന്നില്ല. ദറ്റ് മീൻസ് ഫോർ n greater than or equal to 5 the sum s cannot be a square. അപ്പോൾ n greater than or equal to 5 ആകുമ്പോൾ ആ ഫാക്ടോറിയലിൻ്റെ സം ഒരിക്കലും ഒരു സ്ക്വയർ ആവില്ല. ഇനി 5 വരെ ഉള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. n ഈക്വൽ ടു 1 ആകുമ്പോൾ നമുക്കറിയാം s എന്ന് പറഞ്ഞാൽ 1 ഫാക്ടോറിയൽ മാത്രമേ ഉണ്ടാവുള്ളൂ. 1 അതൊരു സ്ക്വയർ ആണ് അല്ലേ? 1 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇനി n ഈക്വൽ ടു 2, s ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ ആണ് 3, അത് ഒരു സ്ക്വയർ അല്ല. n ഈക്വൽ ടു 3,
s equal to 1 factorial plus 2 factorial plus 3 factorial that's equal to 9 ആണ്. അതൊരു സ്ക്വയർ ആണ്. അപ്പോൾ 1 ആകുമ്പോഴും 3 ആകുമ്പോഴും സ്ക്വയർ കിട്ടി. ഇനി ഒരു നമ്പറും കൂടെ ചെക്ക് ചെയ്യാനുണ്ട്. n equal to 4 ആകുമ്പോൾ s equal to 33 ആണ്. 33 is not a square. So the sum s is a square only when n equal to 1 or 3 എന്ന് കിട്ടും. n equal to 1 അല്ലെങ്കിൽ 3 ആകുമ്പോൾ മാത്രമാണ് ഈ സമ്മ് s equal to 1 factorial plus 2 factorial plus etc. n factorial അതൊരു സ്ക്വയർ ആകുന്നത് എന്ന് നമുക്ക് കിട്ടും. Now next we have another problem. Prove that no prime of the form 4n plus 3 can be expressed as the sum of two squares. That is 4n plus 3 ഫോമിലുള്ള ഒരു പ്രൈമിനെയും നമുക്ക് സം ഓഫ് ടു സ്ക്വയേഴ്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അതായത് 4n plus 3 ഫോമിലൊരു പ്രൈം നമ്പർ ഉണ്ടെങ്കിൽ, ഒരു പ്രൈം നമ്പർ ഉണ്ട്, അതിനെ നമുക്ക് 4n plus 3 4 ഇൻറ്റു ഒരു ഇൻറ്റീജർ പ്ലസ് 3 എന്ന് എഴുതാൻ പറ്റും. എന്നാൽ അതിനൊരിക്കലും രണ്ട് നമ്പേഴ്സിൻ്റെ സ്ക്വയർ ആയിട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ വേറെ എ ആൻഡ് ബി ആർ ടു ഇൻറ്റീജേഴ്സ് എങ്ങനെ എഴുതാൻ പറ്റില്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളൊരു പ്രൈം എടുക്കുകയാണ്. ക്യാപിറ്റൽ എൻ എന്ന പ്രൈമിന് പേര് കൊടുത്തു. ആ എന്നിൻ്റെ ഫോം 4n plus 3 ഫോമിലാണ്. ദെൻ നമുക്കറിയാം 4n plus 3നെ നമുക്ക് എങ്ങനെ എഴുതാം? 4n plus 3 ഈസ് കോൺഗ്രുവൻറ്റ് ടു 3 മോഡുലോ 4 എന്ന് എഴുതാമല്ലോ. ദെൻ ദറ്റ് ഈസ് n. 4n plus 3 എന്ന് പറഞ്ഞാൽ n ആണ്. n ഈസ് കോൺഗ്രുവൻറ്റ് ടു 3 മോഡുലോ 4 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻ കിട്ടും. n ഈസ് കോൺഗ്രുവൻറ്റ് ടു 3 മോഡുലോ 4. ഇനി നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. n ഈസ് നോട്ട് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ കോൺട്രഡിക്ഷൻ അസ്യൂം ചെയ്യാം. സപ്പോസ് ദാറ്റ് n ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എങ്ങനെ എഴുതാൻ പറ്റും എന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. ഫോർ സം ഇൻറ്റീജേഴ്സ് എ ആൻഡ് ബി, എയും ബിയും രണ്ട് ഇൻറ്റീജേഴ്സാണ്. അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ ഫോം നമുക്കറിയാം. n 4n plus 3 ഫോമിലാണ്. 4n plus 3 ഫോമിലുള്ള ഏതൊരു നമ്പറും, അതായത് 4 ഇൻറ്റു ഒരു ഇൻറ്റീജർ, അതൊരു ഈവൻ നമ്പർ ആയിരിക്കും. അതിനോടുകൂടി 3 ആഡ് ചെയ്യാം. അപ്പോൾ അതൊരു ഓഡ് നമ്പർ ആയിരിക്കും. അപ്പോൾ n ഓഡാണ്. n ഒരു ഓഡ് നമ്പറാണ്. അപ്പോൾ എന്നിന് നമ്മൾ എ സ്ക്വയർ പ്ലസ് രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മായിട്ട് എഴുതിയിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരു നമ്പർ എന്തായാലും ഓഡായിരിക്കും, മറ്റൊന്ന് ഈവൻ ആയിരിക്കും. കാരണം ഇതൊരു n ഒരു ഓഡ് നമ്പറാണ്. അപ്പോൾ എന്നിനെ രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മായിട്ട് എഴുതിയിരിക്കുകയാണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് ഈവനും ഒന്ന് ഓഡും ആയേ പറ്റൂ. രണ്ടും ഈവൻ ആണെങ്കിൽ നമുക്കൊരു ഈവൻ നമ്പറാണ് കിട്ടുക, രണ്ടും ഓഡ് നമ്പർ ആണെങ്കിൽ നമുക്ക് ഈവൻ നമ്പർ കിട്ടും. അപ്പോൾ n ഓഡ് നമ്പർ ആയതുകൊണ്ട് ഒന്നുകിൽ എ സ്ക്വയർ ഈവൻ ആയിരിക്കും, അപ്പോൾ ബി സ്ക്വയർ ഓഡായിരിക്കും. തിരിച്ചും സംഭവിക്കാം. അപ്പോൾ നമ്മൾ എ സ്ക്വയർ ഓഡ് എന്നെടുത്തു. അതായത് ഓഡ് നമ്പർ ഏതാണോ അതിനെ എ സ്ക്വയർ എന്ന് വിളിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ബി സ്ക്വയർ എന്തായിരിക്കും? ഈവൻ ആയിരിക്കും. എ സ്ക്വയർ ഓഡാവണമെങ്കിൽ എ എന്തായിരിക്കും? ഓഡായിരിക്കും. ബി സ്ക്വയർ ഈവൻ ആണെങ്കിൽ ബി ഈവൻ ആയിരിക്കും. അപ്പോൾ എ ഓഡ് നമ്പറും ബി ഈവൻ നമ്പറുമാണ്. അപ്പോൾ ഓഡ് നമ്പറിൻ്റെ ഫോം നമുക്കറിയാം, ഒരു 2k + 1 ഫോമിലായിരിക്കും. ഈവൻ നമ്പറിനെ നമ്മൾ 2m ഫോമിലെടുത്തു. ഫോർ സം ഇൻറ്റീജേഴ്സ് k and m. നൗ n ഈക്വൽ ടു നമുക്കറിയാം എന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നാണ് നമ്മൾ എഴുതിയത്. അപ്പോൾ എക്ക് 2k + 1 ഹോൾ സ്ക്വയർ പ്ലസ് 2m ഹോൾ സ്ക്വയർ. എക്സ്പാൻഡ് ചെയ്താൽ 4k സ്ക്വയർ പ്ലസ് 4k + 1 പ്ലസ് 4m സ്ക്വയർ എന്ന് കിട്ടും. അതിൽ 4 ഔട്ട് സൈഡ് എടുത്താൽ 4 ഇൻറ്റു k സ്ക്വയർ പ്ലസ് k പ്ലസ് m സ്ക്വയർ പ്ലസ് 1 n ഈക്വൽ ടു ഇങ്ങനെ കിട്ടും. ദാറ്റ് ഈസ് n ഈക്വൽ ടു, ഇതിനെ നമുക്കൊരു മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് എഴുതാം. മൾട്ടിപ്പിൾ ഓഫ് 4 + 1. ദാറ്റ് ഈസ് n - 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. ദാറ്റ് ഈസ് n - 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 മോഡുലോ 4. ദാറ്റ് ഈസ് n ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 4 എന്ന് കിട്ടും. നേരത്തെ നമുക്കൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു, n ഈസ് കോൺഗ്രുവൻറ്റ് ടു 3 മോഡുലോ 4. ഇപ്പോൾ എന്നിന് രണ്ട് കോൺഗ്രുവൻസ്, ഒരേ 4ൽ രണ്ട് കോൺഗ്രുവൻസ് കിട്ടി. അങ്ങനെ കിട്ടുന്നത് ഒരു തെറ്റായ റിസൾട്ടാണ്. കാരണം ഒരേ നമ്പറിന്
ഒരു നമ്പറിനെ, ഇതിൻ്റെ മീനിങ് എന്താ, n ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 4 എന്ന് പറഞ്ഞാൽ എന്നിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 1 ആണ്. ഇതിൻ്റെ മീനിങ് എന്താ, എന്നിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 കിട്ടുന്നു. അപ്പോൾ ഒരു നമ്പറിനെ നമ്മൾ ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, ഒരു നമ്പറിനെ നമ്മൾ മറ്റൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ കിട്ടില്ല, ഒരു ഫിക്സഡ് റിമൈൻഡറേ കിട്ടുള്ളൂ. ഡിവിഷൻ അൽഗോരിതത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് യുണീക്കാണ് റിമൈൻഡർ. സോ വി ഗെറ്റ് എ കോൺട്രഡിക്ഷൻ. അതിനർത്ഥം നമ്മളൊരു റോങ് അസംഷൻ സപ്പോസ് ചെയ്തുകൊണ്ടാണ്. നമ്മൾ സപ്പോസ് ചെയ്തത് എന്നിനെ ഇങ്ങനെ എഴുതാൻ പറ്റും എന്നായിരുന്നു, a² + b² ഫോമിൽ എഴുതാൻ പറ്റും എന്നായിരുന്നു. സോ വി ഗെറ്റ് ദിസ് ഈസ് നോട്ട് പോസിബിൾ, ദറ്റ് ഈസ് n കനോട്ട് ബി റിട്ടൺ ആസ് സം ഓഫ് 2 സ്ക്വയേഴ്സ്. അതായത് 4n + 3 ഫോമിലുള്ള ഒരു ഇൻറ്റിജറിനെയും 2 നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പ്രൂവ് ചെയ്യാം. Now next we have another problem. Show that 11 into 14 raised to n plus 1 is a composite number. 11 into 14 raised to n plus 1. ഈ n ഏത് നമ്പറും ആവാം, 1 ആവാം, 2 ആവാം, 3 ആവാം, എക്സെട്ര. എന്നിന് ഏത് വാല്യൂ എടുത്താലും 11 ഇൻറ്റു അതിനെ 14 raised to n ആണ്, ഇതിനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ 1 ആഡ് ചെയ്യുക. അങ്ങനെ കിട്ടുന്ന ആ നമ്പർ എല്ലായ്പ്പോഴും ഒരു കോമ്പോസിറ്റ് നമ്പർ ആയിരിക്കും. കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പറും കോമ്പോസിറ്റ് നമ്പറും, പ്രൈം അല്ലാത്ത നമ്പർ, പ്രൈമും 1ഉം അല്ലാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയാം. അതായത് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 8 ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. അതായത് 8നെ നമുക്ക് 1 × 8 എന്ന് എഴുതാം, 2 × 4 എന്ന് എഴുതാം. അതായത് 1 അല്ലാത്ത, 1ഉം ആ നമ്പറും അല്ലാത്ത, 1ഉം 8ഉം അല്ലാത്ത വേറെ ഫാക്ടേഴ്സ് വരിക. 2ഉം 4ഉം 8ൻ്റെ ഫാക്ടേഴ്സാണ്. അങ്ങനെ വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ n ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് 14 raised to n അതൊരു ഈവൻ നമ്പർ ആയിരിക്കും. 14ൻ്റെ, അതായത് 14 × 14 അങ്ങനെ n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കൊരു ഈവൻ നമ്പറാണ് കിട്ടുക. അതിനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അഗെയിൻ ഈവൻ നമ്പർ കിട്ടും. ദെൻ അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്തു, ഒരു ഓഡ് നമ്പറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഈവൻ നമ്പർ പ്ലസ് ഓഡ് നമ്പർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ നമ്പർ നമ്മളതിനെ n എന്ന് വിളിച്ചാൽ 11 × 14 raised to n plus 1. ഈ n എല്ലായ്പ്പോഴും എന്തായിരിക്കും, ഒരു ഓഡ് ഇൻറ്റീജർ ആയിരിക്കും. n ഒരു ഓഡ് ഇൻറ്റീജറാണ്. ഇനി നമ്മൾ 2 കേസ് കൺസിഡർ ചെയ്യാണ്. ഈ സ്മോൾ n ഉണ്ടല്ലോ, ക്യാപിറ്റൽ n ഓടാണ്, ഈ സ്മാൾ n എന്താവാം, അത് ഓടും ആവാം, ഈവനും ആവാം. അപ്പോൾ ആ 2 കേസുകളും വേറെ വേറെ ചെക്ക് ചെയ്യുന്നു. ഫസ്റ്റ് കേസ് 1, സ്മോൾ n ഈസ് ഈവൻ, ഒരു ഈവൻ ഇൻറ്റീജറാണ്. അപ്പോൾ നമുക്കറിയാം വി ഹാവ് 14, ഇതിലൊരു 14 raised to n ഉണ്ടല്ലോ, അപ്പോൾ അതിലെ 14 എടുത്തു. 14 ഈസ് കോൺഗ്രുവൻറ്റ് ടു -1 മോഡുലോ 3 എന്ന് എഴുതാം. 15 കിട്ടും. 15 is a multiple of 3 ആണ്. അപ്പോൾ 14 raised to n ഈസ് കോൺഗ്രുവൻറ്റ് ടു -1 raised to n മോഡുലോ 3. ഇനി n ഈവൻ ആണ്. n ഈവൻ ആയതുകൊണ്ട് -1 raised to n എന്തായിരിക്കും, -1 raised to ഒരു ഈവൻ നമ്പർ +1 ആയിരിക്കും. 14 raised to n ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 3. ഇനി നമ്മൾ ഈ 11 എടുക്കുക. 11നെയും ഇതേപോലെ 3ൽ കോൺഗ്രുവൻസ് ആക്കി എഴുതാൻ പറ്റും. 11 ഈസ് കോൺഗ്രുവൻറ്റ് ടു -1 മോഡുലോ 3. 11 ഈസ് കോൺഗ്രുവൻറ്റ് ടു 2 മോഡുലോ 3 എന്ന് എഴുതാം. നമ്മൾ ഈ -1 എടുക്കുന്നത് നമ്മൾ പവർ എടുക്കുമ്പോൾ -1ൻ്റെയും +1ൻ്റെയും പവർ നമുക്ക് പറയാൻ പറ്റും. എന്നിൻ്റെ വാല്യൂ അറിയില്ലെങ്കിൽ നമുക്ക് അത് -1 ആണോ +1 ആണോ എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. n ഈവൻ ആണോ ഓടാണോ എന്ന് അറിഞ്ഞാൽ മതി. അതിന് വേണ്ടിയിട്ടാണ്. ഇനി 11 × 14 raised to n ഈസ് കോൺഗ്രുവൻറ്റ് ടു, ഇവിടെ ഒരു -1 ഉണ്ട്, 14 raised to n നമ്മൾ നേരത്തെ എഴുതിയിട്ട് 1 മോഡുലോ 3 ആണ്. അപ്പോൾ -1 × 1 മോഡുലോ 3, ദറ്റ് ഈസ് 11 × 14 raised to n ഈസ് കോൺഗ്രുവൻറ്റ് ടു -1 മോഡുലോ 3. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എങ്ങനെ എഴുതാം, 11 × 14 raised to n plus 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 മോഡുലോ 3 എന്ന് എഴുതാം. ഈ -1 ഇങ്ങോട്ട് കൊണ്ടുവന്നു. ദറ്റ് ഈസ് 11 × 14 raised to n plus 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 മോഡുലോ 3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. ദറ്റ് ഈസ് 3 divides 11 × 14 raised to n
14n + 1. അതായത് 3 ഡിവൈഡ്സ്, ഇതിനെയാണ് നമ്മൾ n എന്ന് വിളിച്ചത്. 3 ഡിവൈഡ്സ് n. അപ്പോൾ 3 ഡിവൈഡ്സ് n മീൻസ് n ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. n-നെ 3 ഇൻറ്റു വേറൊരു നമ്പർ എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് എന്താ, n ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ n-നെ 1 ഇൻറ്റു n മാത്രമേ എഴുതാൻ പറ്റൂ, പ്രൈം നമ്പർ ആണെങ്കിൽ. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടി n ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. അതായത് n-നെ 3 ഇൻറ്റു ഒരു നമ്പർ എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് n എന്താണ്, ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. n ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. ഇത് ഈവൻ ആകുന്ന കേസിൽ. ഇനി കേസ് 2ലും നമുക്ക് പ്രൂവ് ചെയ്യണം. അതായത് സ്മാൾ n ഓഡ് ഇൻറ്റിജർ ആണ്. അപ്പോൾ അവിടെ നമ്മൾ മോഡൽ ഓഫ് 5 ആണ് എടുക്കുന്നത്. 14 ഈസ് കോൺഗ്രുവൻറ്റ് ടു -1 മോഡൽ ഓഫ് 5. ഈ മോഡൽ ഓഫ് 5 എടുക്കുന്നത് ഇവിടെ -1 അല്ലെങ്കിൽ +1 വെച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ്. 3 എടുത്താൽ നമുക്ക് അതേപോലെ എഴുതാൻ പറ്റില്ല, അതുകൊണ്ടാണ് -1 മോഡൽ ഓഫ് 5. അപ്പോൾ 14n ഈസ് കോൺഗ്രുവൻറ്റ് ടു -1n മോഡൽ ഓഫ് 5. ദാറ്റ് ഈസ് 14n. -1n എന്ന് പറഞ്ഞാൽ n ഓടാണ്, അപ്പോൾ അത് -1 തന്നെ വരും. -1 മോഡൽ ഓഫ് 5. -1 ഒരു ഓഡ് നമ്പർ -1 ആണ് വരിക. ഇനി ഇതേപോലെ 11 എഴുതണം. 11 നമുക്കറിയാം മോഡൽ ഓഫ് 5-ൽ 11 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡൽ ഓഫ് 5 ആണ്. അപ്പോൾ 11 ഇൻറ്റു 14n ഈസ് കോൺഗ്രുവൻറ്റ് ടു, രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ 1 ഇൻറ്റു -1 മോഡൽ ഓഫ് 5. ദാറ്റ് ഈസ് 11 ഇൻറ്റു 14n ഈസ് കോൺഗ്രുവൻറ്റ് ടു -1 മോഡൽ ഓഫ് 5. That is 11 into 14n plus 1 is congruent to 0 modulo 5. That means 11 into 14n plus 5 is a multiple of 5. That is n is a multiple of 5. 5 divides n. That is n in a 5 into ഒരു ഇൻറ്റിജർ എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് ഈ കേസിലും n എന്താണ്, കോമ്പോസിറ്റ് ആണ്. So in both case 11 into 14n plus 1, that is n, is a composite number എന്ന് കിട്ടും. is a composite number. Next we have towers of powers of modulo n. ഇതിലെ ഈ ഫസ്റ്റ് 2 words towers of powers എന്ന് പറഞ്ഞാൽ പവേഴ്സിൻ്റെ ടവർ. ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മൾ 2 raised to 3 raised to 4 raised to 5 എങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ 2 raised to 3 എന്ന് പറഞ്ഞാൽ അതൊരു പവറാണ്, 2ൻ്റെ 3rd പവർ. പിന്നെ നമ്മൾ പവർ എടുക്കുകയാണ് 4th പവർ, പിന്നെ അതിൻ്റെ 5th പവർ. അപ്പോൾ അതായത് പവറുകൾ കൊണ്ട് നമ്മളൊരു ടവർ ഫോം ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഈ ഫോമിലുള്ള ഈ ഒരു ഫോമിൽ വരുന്ന സം a raised to b raised to c അങ്ങനെയൊക്കെ വരുന്ന ഇൻറ്റിജേഴ്സ് ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ഇൻറ്റിജേഴ്സിൻ്റെ കോൺഗ്രുവൻസ് മോഡുലോ എന്നിൽ അതെടുക്കുമ്പോൾ അവയുടെ പ്രോപ്പർട്ടീസാണ് നമ്മൾ ഇതിൽ അങ്ങനെയുള്ള പ്രോബ്ലംസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊരു പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത് ഫൈൻഡ് ദി ലാസ്റ്റ് ഡിജിറ്റ് ഇൻ ദി ഡെസിമൽ വാല്യൂ ഓഫ് 1997 raised to 1998 raised to 1999. ഈ നമ്പറിൻ്റെ ഡെസിമൽ വാല്യൂൻ്റെ, അതായത് ആ വാല്യൂ കണ്ടാൽ ഓരോ പവറും ചെയ്തു പോയിട്ട് അങ്ങനെ കണ്ടാൽ നമുക്കൊരു ഇൻറ്റിജർ കിട്ടും. അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണ്, അതായത് അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ ഡിജിറ്റ് ഏതാണ് എന്നാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ട പ്രോബ്ലം. അപ്പോൾ ഈ പവർ കാണുക എന്ന് പറയുന്നത് 1997 1998 പവർ കാണുക എന്ന് പറയുമ്പോൾ തന്നെ വളരെ പ്രാക്ടിക്കബിൾ അല്ല. അപ്പോൾ എങ്ങനെയാണ് അത് കാണുന്നത് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്പറിന് നമ്മളൊരു പേര് കൊടുത്തു, n = 1997 raised to 1998 raised to 1999. അപ്പോൾ ഏതൊരു നമ്പറിൻ്റെയും ലാസ്റ്റ് ഡിജിറ്റ് കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, വൺസ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള റിമൈൻഡർ ആയിരിക്കും. ഏതൊരു നമ്പറിനെയും നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള റിമൈൻഡർ എന്താണോ അതായിരിക്കും അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്, വൺസ് ഡിജിറ്റ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇവിടെ നമ്മൾ
ഈ നമ്പറിൻ്റെ എന്നിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി, മോഡുലോ 10ൽ എന്നിൻ്റെ കോൺഗ്രുവൻസ് എന്താണ് എന്ന് ചെക്ക് ചെയ്താൽ മതി. അതായത് ഈ നമ്പർ മോഡുലോ 10 ആകുമ്പോഴുള്ള കോൺഗ്രുവൻ്റ്, ഇതിനെ ഈ നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ എത്രയാണെന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിലെ ഫസ്റ്റ് നമ്മൾ അതിലെ 1997 എടുക്കും. ഇതിലെ 10 ആയിട്ടുള്ള കോൺഗ്രുവൻസ് ഇറ്റ് ഈസ് ക്ലിയർലി 7 ആണ്. 7 മോഡുലോ 10 ആയിരിക്കും. 1997 ഈസ് കോൺഗ്രുവൻറ്റ് ടു 7 മോഡുലോ 10. അപ്പോൾ ഇനി 7 വെച്ചിട്ടാണ് ഇനി നമുക്ക് അടുത്തത് വേണ്ടത് 1997 റൈസ് ടു 1998 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ 7 റൈസ് ടു 1998 കാണേണ്ടി വരും. അപ്പോൾ ഈ 7ൻ്റെ പവർ വെച്ചിട്ടാണ് ഇനി നമ്മൾ ബാക്കി എല്ലാത്തിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നത്. 7 റൈസ് ടു 1998 കാണാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് 7ൻ്റെ പവേഴ്സ് നമ്മൾ പൊതുവേ ഒന്ന് ജനറലായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 7 റൈസ് ടു 1 എന്ന് പറഞ്ഞത് 7 ആണ്. 7 ഓരോന്നിൻ്റെയും മോഡുലോ 10 നോക്കാം. 7 ഈസ് കോൺഗ്രുവൻറ്റ് ടു 7 മോഡുലോ 10 ആണ്. ഇനി 7 സ്ക്വയർ അത് 49 ആണ്. ഈസ് കോൺഗ്രുവൻറ്റ് ടു ഒന്നുകിൽ -1 എഴുതാം അല്ലെങ്കിൽ 9 എഴുതാം. 9 മോഡുലോ 10 നമ്മൾ പോസിറ്റീവ് നമ്പേഴ്സ് മാത്രം എടുക്കും. 7 ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ നമ്പർ ആവശ്യമില്ല. 49നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ലാസ്റ്റ് ഡിജിറ്റ് മാത്രം മതി. 9 × 7 63 വരിക. ഇറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 3 ആയിരിക്കും അല്ലെ. 63 ഒറ്റയുടെ സ്ഥാനത്ത് 3 വരിക. ആ 3 കൊണ്ട് മൈനസ് ചെയ്താൽ അതൊരു 10ൻ്റെ ഡിജിറ്റായി മാറും. 3 മോഡുലോ 10. സോ 7 ക്യൂബ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 3 മോഡുലോ 10. ഇനി 7 റൈസ് ടു 4 ഈസ് കോൺഗ്രുവൻറ്റ് ടു വീണ്ടും ഇതിനെ വീണ്ടും ഒരു 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ്. ദറ്റ് ഈസ് 63ലെ ലാസ്റ്റ് ഡിജിറ്റ് 3 വീണ്ടും 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 21. 1 ആണ് വരിക. 1 മോഡുലോ 10. ഇനി 7 റൈസ് ടു 5 ആ 1നെ വീണ്ടും ഒരു 7 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക. 7 മോഡുലോ 10 വരും. പിന്നെ 7 വന്നു കഴിഞ്ഞു. പിന്നെ അടുത്തത് വീണ്ടും 9 ആണ് വരിക. അപ്പോൾ പഴയത് റിപ്പീറ്റ് ചെയ്യും. 7 റൈസ് ടു 6 ഈസ് കോൺഗ്രുവൻറ്റ് ടു 9 അല്ലേ. 9 മോഡുലോ 10. അതേപോലെ 7 റൈസ് ടു 7 ഈസ് കോൺഗ്രുവൻറ്റ് ടു അടുത്തത് 3 ആണ് വരിക. 3 മോഡുലോ 10. ദെൻ 7 റൈസ് ടു 8 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 10. പിന്നെ വീണ്ടും 7 അങ്ങനെ റിപ്പീറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു ഓർഡറിൽ എഴുതിയാൽ 7 റൈസ് ടു 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 7 മോഡുലോ 10 ആണ്. 7 സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. 7 ക്യൂബ് എന്ന് പറയുന്നത് 3 ആണ്. 7 റൈസ് ടു 4 എന്ന് പറയുന്നത് 1 ആണ്. ഇനി 7 റൈസ് ടു 5 വീണ്ടും 7 വരും. 7 റൈസ് ടു 6 വീണ്ടും 9. 7 റൈസ് ടു 7 3. 7 റൈസ് ടു 8 1. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യും. സോ ഇൻ ജനറൽ നമുക്ക് 7 റൈസ് ടു എം നോക്കിയാൽ ലാസ്റ്റ് ഡിജിറ്റ് അതായത് 1 മോഡുലോ 10 ആണ് നമ്മൾ എഴുതുന്നത്. 1 വരുന്നുണ്ട്. എപ്പോഴാണ് 1 മോഡുലോ 10 വരുന്നുണ്ട്. ഈ എമ്മിൻ്റെ വാല്യൂ 4 ആകുമ്പോൾ അതുപോലെ 8 ആകുമ്പോൾ ഇനി അടുത്തത് 12 ആണ് വരിക. 12 16 അതായത് 4ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. ഓക്കെ. അതായത് എം എന്നത് ഒരു 4K ആകുമ്പോൾ 4ൻ്റെ മൾട്ടിപ്പിൾ ആകുമ്പോൾ ഇനി അടുത്തത് വരുന്നത് 7 വരുന്നുണ്ട്. 7 മോഡുലോ 10 വരുന്നുണ്ട്. 7 മോഡുലോ 10 വരുന്നത് 1 ആകുമ്പോൾ 5. ഇനി അടുത്തത് 9 ആയിരിക്കും. പിന്നെ 13 ആയിരിക്കും. 7 റൈസ് ടു 9 7 റൈസ് 13 അതിനൊക്കെ 7 മോഡുലോ 10 ആണ് വരിക. അപ്പോൾ ഈ 1 5 9 13 ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് 4K 4ൻ്റെ മൾട്ടിപ്പിൾ +1 ഫോമിലാണ്. അപ്പോൾ 1നെ നമുക്ക് 4 × 0 + 1 എഴുതാം. 5നെ 4 × 1 + 1 എഴുതാം. അടുത്തത് 4 × 2 + 1 അങ്ങനെ എഴുതാം. അതായത് 4K + 1 ഫോമിൽ വരുമ്പോൾ for m = 4K + 1. ഇനി അടുത്തത് വരുന്നത് 9 വരുന്നുണ്ട്. 9 മോഡുലോ 10. 9 വരുന്നത് സ്ക്വയർ വരുമ്പോൾ പിന്നെ 6 അടുത്തത് 10 വരുമ്പോൾ പിന്നെ 14 അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഈ 2 6 10 14 ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 4K + 2 ഫോമിലാണ്. 4K + 2 ഫോമിലാണ്. ഇനി ഒരു റിമൈൻഡർ കൂടെ വരുന്നുണ്ട്. അത് 3 ആണ്. 3 മോഡുലോ 10. 3 മോഡുലോ 10 അത് വരുന്നത് m = 3 വരുമ്പോൾ 7 വരുമ്പോൾ അടുത്തത്
11 ആണ്. ദെൻ 15, അതായത് 4k + 3 ഫോമിൽ വരുമ്പോൾ 4ൻ്റെ മൾട്ടിപ്പിൾ +3 ഫോമിലായിരിക്കും ആ പവേഴ്സൊക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ജനറലി വരിക. 7m 1 റിമൈൻഡർ വരും. m ഈസ് ഈ പവർ മൾട്ടിപ്പിൾ ഓഫ് 4 ആകുമ്പോൾ. ദെൻ 4k + 1 ഫോമിലാകുമ്പോൾ 7, 4k + 2 ഫോമിലാകുമ്പോൾ 9, 4k + 3 ഫോമിലാകുമ്പോൾ 3. സോ 7ൻ്റെ എല്ലാ പവേഴ്സിൻ്റെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡേഴ്സ് നമ്മൾ കണ്ടു. 1, 7, 9, 3 ആണ് വരുന്നത്. എമ്മിൻ്റെ ഫോമിനനുസരിച്ച് 4k, 4k + 1, 4k + 2, 4k + 3. ഇനി നമുക്ക് വേണ്ടത് 1997 1998 ആണ്. അപ്പോൾ ഇനി ഈ 1997 നമ്മൾ കോൺഗ്രുവൻ്റ് മുകളിലോട്ട് തന്നെ 7 കിട്ടി. ദെൻ 7ൻ്റെ പവേഴ്സ് കണ്ടത്. ഇനി ഈ 1998 കൺസിഡർ ചെയ്യുക. അടുത്ത പവർ 1998 എന്ന് പറഞ്ഞാൽ അതും 4ഉം തമ്മിലുള്ള, അതായത് ഇപ്പോൾ ഇതിനെ നമ്മൾ 7m കൊണ്ട് റീപ്ലേസ് ചെയ്താൽ ഈ m എങ്ങനെയാണ് വരുന്നത്, അതായത് 1998ഉം എമ്മും തമ്മിലുള്ള എമ്മിൻ്റെ റിലേഷൻസൊക്കെ 4k, 4ൻ്റെ മൾട്ടിപ്പിളിൻ്റെ ഫോമിലാണ്. അപ്പോൾ 1998നെ 4ൻ്റെ മൾട്ടിപ്പിളായിട്ട് എങ്ങനെ എഴുതാം? അപ്പോൾ 96 ആണ്, 1996 ആണ് 4ൻ്റെ കറക്റ്റ് മൾട്ടിപ്പിൾ വരിക. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1996 + 2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 1998 ഈസ് കോൺഗ്രുവൻ്റ് ടു 2 മോഡുലോ 4 എന്ന് എഴുതാം. ഓക്കെ. ഇനി നമുക്ക് ഈ പവർ പോരാ, ഇതിന് ഒരു പവറും കൂടെ എടുക്കുന്നുണ്ട്, 1999. അപ്പോൾ 1998 റൈസ് ടു പിന്നെയും ഒരു പവർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ n എന്ന് എടുക്കാം. അപ്പോൾ അതെങ്ങനെ വരും? ഓക്കെ, ഇവിടെ തന്നെ എഴുതാം. 2n വരും. രണ്ട് സൈഡിലും nth പവർ എടുത്തു. 2n മോഡുലോ 4. ഇനി ഇത് ഈ n 1999 ആകുമ്പോഴുള്ള വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ പൊതുവേ അപ്പോൾ വലിയൊരു വാല്യൂ ആവും. അതുകൊണ്ട് 2 നമുക്ക് നോക്കാം. 2n മോഡുലോ 4 എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കറിയാം n-ന് 1 കൊടുക്കുമ്പോൾ 2 ആണ് കിട്ടുക. n-ന് 2 കൊടുക്കുമ്പോൾ 2² കിട്ടും. 2² എന്ന് പറഞ്ഞാൽ 4 തന്നെയാണ്. അപ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 4. ഇനി 2³ കണ്ടാൽ ഈ 4 ഇനി ബാക്കിയുള്ള എല്ലാ പവറിലും വരും. 2³ എന്ന് പറഞ്ഞാൽ 4 × 8 ആണ് വരിക. 2⁴ എന്ന് പറഞ്ഞാൽ 4 × 2 × 2 എന്നാണ് വരിക. അതായത് ഈ 2 മുതൽ അങ്ങോട്ടുള്ള എല്ലാ 2ൻ്റെ പവറിനും 2n, അതിൽ n > or = 2 ആകുമ്പോൾ n-ൻ്റെ വാല്യൂ 2, 3, 4, 5 എക്സെട്ര അങ്ങനെ 2 കഴിഞ്ഞിട്ടുള്ള 2 മുതൽ അങ്ങോട്ടുള്ള എല്ലാ വാല്യൂസിനും അത് മൾട്ടിപ്പിൾ ഓഫ് 4 ആയിരിക്കും. ദാറ്റ് ഈസ് 2n ഈസ് കോൺഗ്രുവൻ്റ് ടു 0 മോഡുലോ 4 for n > or = 2. ദാറ്റ് മീൻസ് 1998 ഈസ് കോൺഗ്രുവൻ്റ് ടു 2n ആയിരുന്നു. അതിന് പകരം എന്തെഴുതാം? 0 മോഡുലോ 4 ഫോർ എപ്പോൾ n > ഇവിടെയുള്ള പവർ 2 അതിനേക്കാൾ വലുതാവുമ്പോൾ. അപ്പോൾ നമുക്ക് വേണ്ടത് ഏതാണ്? 1999 ആണ്. ഇത് ഷുഡ് ബി > 2 ആണ്. 2നേക്കാൾ വലിയൊരു നമ്പറാണ് 1999. സോ ദിസ് ഈസ് കോൺഗ്രുവൻ്റ് ടു 0 മോഡുലോ 4 എന്നെഴുതാം. സോ നമുക്ക് വേണ്ട പവർ 1997 > 1998 > 1999 ഈസ് കോൺഗ്രുവൻ്റ് ടു, ഇതിന് നമുക്ക് 7 വെച്ച് എഴുതാം. 7 > 1998 > 1999 മോഡുലോ 10 ആണ് കാണുന്നത്. 10 വിച്ച് ഈസ് കോൺഗ്രുവൻ്റ് ടു. ഇനി ഈ പവർ നമുക്കറിയാം, ദാറ്റ് ഈസ് 0 മോഡുലോ 4 ആണ്. സോ വി ഗെറ്റ് 0 മോഡുലോ 4 ആണ്. ദാറ്റ് ഈസ് ഈ നമ്പർ എന്ന് പറയുന്നത് 4k ഫോമിലാണ് അല്ലേ. 0 മോഡുലോ 4 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 4. അപ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 4 വരുന്നതിൻ്റെ റിമൈൻഡർ മോഡുലോ 10ൽ നമുക്കറിയാം ഏതാണ്? 1. അതായത് 7 ഒരു പവർ m, അത് 1 മോഡുലോ 10 ആണ് ഇഫ് m = 4k. ഇവിടെ നമുക്ക് കിട്ടിയത് 7 m. എമ്മിൻ്റെ സ്ഥാനത്താണ് എന്ത്? 1998 > 1999. ഇതാണ് m. ഇപ്പോൾ 7 m ഫോമിലാണ്. അതിലെ ഈ പവർ, അതായത് m എന്ന് പറയുന്ന ഈ 1998 > 1999 എന്ന് പറയുന്നത് 4k ഫോമിലാണ്. സോ രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ ഇറ്റ് ഈസ് 4k ഫോമിൽ വരുമ്പോൾ റിമൈൻഡർ 1 ആണ് മോഡുലോ 10ൽ. 1 മോഡുലോ 4. ദാറ്റ് ഈസ്
ഈ നമ്പർ n എന്ന് പറയുന്ന ഈ നമ്പർ ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 10. 10 കൊണ്ട് n-നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആണ് റിമൈൻഡർ കിട്ടുക. ദാറ്റ് മീൻസ് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വൺസ് ഡിജിറ്റ് ഒറ്റയുടെ സ്ഥാനത്ത് വെക്കും, അതായത് ലാസ്റ്റ് ഡിജിറ്റ്. സോ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 1 ആയിരിക്കും. 1997 റേസ് ടു 1998 റേസ് ടു 1999 എന്ന നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ഇറ്റ് ഈസ് 1. താങ്ക് യു.